ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നാലാളും കൂടെ രാവിലെ പോകുന്നത് സ്റ്റുഡിയോക്കാണ്. അപ്പോൾ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്ര വലിയ ഷോപ്പിംഗ് ഒന്നും അല്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ആദ്യം തന്നെ സ്കൂളിലേക്ക് വന്നിട്ടുണ്ട് കുഞ്ഞാനിൻ്റെ. അപ്പോൾ ഇത് എൻ്റെ സ്കൂളായിരുന്നു, ഇനി എൻ്റെന്നും പറയാൻ പറ്റില്ല, പഠിച്ച സ്കൂളിൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെയൊക്കെ പണിയാണ് ഫ്രണ്ട്സ്. പക്ഷേ ഇനി ഒരാഴ്ചയും കൂടി ഉള്ളൂ സ്കൂൾ തുറക്കാൻ. അപ്പോൾ അവനക്ക് യൂണിഫോം മാറി പറഞ്ഞിട്ട് വാങ്ങാൻ വന്നായിരുന്നു. അപ്പോൾ ഈ ഒരു കടയിലായിരുന്നു എൻ്റെ യൂണിഫോം കൊടുത്തിട്ടുണ്ടായിരുന്നു അടിക്കാൻ. അത് ഇനി അടിച്ചിട്ട് ഫുള്ളായിട്ടില്ല പറഞ്ഞു. അപ്പോൾ കുഞ്ഞാനിൻ്റെയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ശനിയാഴ്ച വാങ്ങാൻ പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ തുണിക്കടയിൽ കൊടുത്തു. അതിനുശേഷം നമ്മൾ ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ചെരുപ്പ് ആണെന്ന് കണ്ടാൽ വന്നിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് ഇവിടുത്തെ ഒന്നും അറിയില്ല. ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. മോഹൻസിൻ്റെ അവിടുത്തെ സ്റ്റുഡിയോയിൽ പോയപ്പോൾ 11 മണിക്ക് തുറക്കും പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴും 11 മണി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വരുമ്പോഴേക്കും 11 മണിയായി. എന്നാലും ഒരു 5 മിനിറ്റ് നിൽക്കേണ്ടി വന്നു. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ എങ്ങനെയാണ് കളക്ഷൻസ് ഒന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ എന്തെടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ പോയി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുഞ്ഞാനിക്ക് മണം പറയുന്നുണ്ട്, അവൻ്റെ സൈസൊക്കെ ഉണ്ടോയെന്നും അറിയില്ല. അത് അവിടെ കട തുറന്നു. എന്നിട്ട് ഞങ്ങളിതാ പോകുന്നു ഫ്രണ്ട്സ് കടൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ആദ്യമായിട്ട് പോകണോണ്ട് ചെറിയൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ഫ്രണ്ടിൽ 11 മണിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ സ്റ്റുഡിയോ പറയണല്ലാണ്ട് എന്താണെന്നത് നമുക്കറിയില്ല. അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേർക്ക് അറിയാമല്ലോ ഇതൊക്കെ എന്താണെന്ന്. അപ്പോൾ ചെരുപ്പിൻ്റെ സെക്ഷനിൽ നേരെ പോയി ഗൈസ്. അപ്പം ഇത് എന്തൊക്കെ മോഡൽ എന്നൊക്കെ നോക്കി ആദ്യം ഒന്ന്. ഞാൻ ലാസ്റ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഷൂ കണ്ടത്, പർപ്പിൾ കളറ്. അത് ഒരുപാട് മോഡലില്ലാണ്ട് അതും ബില്ലിട്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇനി പെരുന്നാളിന് വരുമ്പോൾ വാങ്ങാൻ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെരുപ്പ് വാങ്ങിച്ചുള്ളൂ. പിന്നെ ഒരു ലിപ്സ്റ്റിക്കും കൂടെ വാങ്ങിച്ചു നമ്മൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നോക്കി. പക്ഷേ ബില്ലിട്ട് കഴിഞ്ഞിട്ടാണ് നോക്കിയത്. എനിക്കിത് ഈ ബ്രൗൺ പോലത്തെ പർപ്പിൾ ഷൂ ഒക്കെ കണ്ടു ഫ്രണ്ട്സ്, എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എന്തായാലും പെരുന്നാളിന് ഇവിടുന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാന്. അപ്പോൾ അത് ഇങ്ങനത്തെ ചെരുപ്പാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. എല്ലാം ഇട്ട് നോക്കുമായിരുന്നു. എൻ്റെ ചെരുപ്പൊക്കെ ചളിയായി ഫ്രണ്ട്സ്. അത് വൈറ്റ് ആയതുകൊണ്ടാണ്. കഴുകിയ നിറം വയ്ക്കും. ഇങ്ങനെ മണ്ണിട്ട് കളിച്ചിട്ട് കുഞ്ഞാനത് ഇട്ട് കളിക്കുക തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. ചിലതൊക്കെ ലൂസും വലുതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ 300 രൂപേൻ്റെ ചെരുപ്പിലാണ് ഞാൻ നോക്കിയത്. ഫസ്റ്റ് ടൈം നോക്കണോണ്ട് ഈ റേറ്റിൽ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഓരോന്ന് നോക്കി ഫ്രണ്ട്സ് നമ്മൾ. അപ്പോൾ ഷൂസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ സ്കൂളിലേക്ക് ഇടാനാണ് വേണ്ടി വന്നത്, സ്കൂളിലേക്ക് ഇടാൻ ചെരുപ്പ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്തു. പിന്നെ നമ്മളിതാ മേലെ കയറി വന്നു. ഇവിടെ കൂടുതൽ ജെൻസിൻ്റെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് പറ്റിയതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയ ടോപ്പാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അത് 14 വയസ്സുള്ള കുട്ടികളുടെയാണ്. പക്ഷേ എനിക്ക് 14 വയസ്സൊന്നും ആയിട്ടില്ല. അപ്പോൾ കുഞ്ഞാൻ വന്നിട്ട് കുറേ നോക്കി ഓരോ ഷർട്ടൊക്കെ. പക്ഷെ അവന് ഓരോന്നും വേണം പറഞ്ഞു. പിന്നെ അവന് ചെറുതൊക്കെ നോക്കണത്, പിന്നെ വലുതൊക്കെ നോക്കണ്ടായിരുന്നു. അതൊന്നും എനിക്ക് കൊള്ളില്ല. പിന്നെ ലൂസും ആയിരുന്നു. അപ്പോൾ അവനക്ക് ഇനിയും ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഇനി പെരുന്നാളിന് വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെരുന്നാളിന് ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കണത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ വയസ്സുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സാണ്. അപ്പം അങ്ങനെ നമ്മൾ കുറേ നോക്കി. ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് എല്ലാം അറിയാൻ വേണ്ടിയിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. അപ്പോൾ ഇനി വരുമ്പോൾ എളുപ്പമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു റേറ്റും പിന്നെ അതൊക്കെ കുട്ടികളുടെയാണ് വയസ്സ് എന്നൊക്കെ. അപ്പോൾ എല്ലാം റേറ്റ് കമ്മിയായിരുന്നു. അപ്പോൾ ഇവിടെ ഒക്കെ 99 വെച്ചിട്ടാണ് റേറ്റ്. അപ്പോൾ കുഞ്ഞാനെ ഓരോന്ന് നോക്കി. പിന്നെ ആ ഗ്ലാസ്സിൽ കൂടെ ഓരോന്നൊക്കെ നോക്കി. അപ്പോൾ കുറേ വെറൈറ്റി ഷർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പെരുന്നാളിന് വാങ്ങാൻ വേണ്ടി. പിന്നെ കുഞ്ഞൻ്റെ വേറെയുള്ള ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടെ തന്നെ അരമണിക്കൂർ സ്പെൻഡ് ചെയ്തുള്ളൂ. നമ്മൾ ചുറ്റിക്കറമ്പളിക്ക് അരമണിക്കൂർ തന്നെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. 11 മണിക്ക് വന്നിട്ട് 11:30ക്കാണ് നമ്മൾ വീട്ടിൽ എത്തിയത്. അപ്പോൾ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തു സ്റ്റുഡിയോയിൽ. അപ്പോൾ കുഞ്ഞാനിക്ക് ഈ ഷർട്ട് നന്നായി ഇഷ്ടപ്പെട്ടു, നല്ല ചന്തം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പെരുന്നാളിന് വാങ്ങുമ്പോൾ ഒന്നിച്ച് വാങ്ങാൻ വിചാരിച്ചു. പിന്നെ അടുത്ത ആഴ്ച കഴിഞ്ഞാലല്ലേ പെരുന്നാൾ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും എത്തി. അപ്പോൾ അടുത്ത ആഴ്ച ചിലപ്പോൾ ഒരു ഇത് ഷോപ്പിംഗ് വ്ളോഗൊക്കെ ഉണ്ടാവും ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഒക്കെ അറിഞ്ഞു വെച്ചു. നമ്മൾ സ്മാർട്ട് ബസാറിൻ്റെ അടുത്തുള്ളൊരു സ്റ്റുഡിയോയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മോഹൻസിൻ്റെ അവിടുത്തെ 11 മണിയാകും പറഞ്ഞിട്ട് ഇവിടെ 11 ആയിരിക്കില്ല വിചാരിച്ചിട്ട് വന്നു. പക്ഷേ ഇവിടെയും 11 ആയിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഒരു 55 ആയി. 10:55. അപ്പോൾ ഒരു 5 മിനിറ്റ് നിൽക്കേണ്ടി വന്നുള്ളൂ. ഫുള്ള് വെസ്റ്റേൺ മോഡലായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ താഴേക്കാണ് ഫ്രണ്ട്സ് പോകുന്നത്. മേലെയൊക്കെ നമ്മളെല്ലാം കണ്ടു. അപ്പോൾ അടുത്തത് എന്തായാലും താഴെ പോയിട്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് അവിടെ ഒന്നും കൂടെ കറങ്ങാം.
നമ്മൾ ചെരുപ്പ് എടുത്തിട്ടാണ് മേലേക്ക് വന്നത്. ഇനി താഴെ പോയിട്ട് വല്ലതൊക്കെ എടുക്കാൻ നോക്കാം. പിന്നെ ഫസ്റ്റ് ടൈം എന്നോണ്ട് എല്ലാം കൂടെ നമുക്ക് വാങ്ങാൻ പറ്റിയില്ല. എന്നുവെച്ചൊക്കെ അറിയണ്ട എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെയാണ് എന്തൊക്കെ റേറ്റ് എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഒരു ലിപ്സ്റ്റിക്കും പിന്നെ ഒരു ചെരുപ്പുമാണ് എടുത്തത്. ചെരുപ്പ് എനിക്ക് എടുത്തത്. പിന്നെ വേറെ അതിൻ്റെ അളവൊന്നും കിട്ടിയില്ല. പിന്നെ എനിക്കാണ് വേണ്ടി വന്നത് ചെരുപ്പ്. പിന്നെ വാങ്ങാൻ എനിക്കാണ് വന്നത്. അപ്പോൾ കുറേ ലിപ്സ്റ്റിക്ക് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി ഷെയ്ഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഡാർക്കും അല്ല ലൈറ്റും അല്ലാത്ത പോലത്തെ ഷെയ്ഡ്. അപ്പോൾ അവിടെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് നെയിൽ പോളിഷൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാനും കുഞ്ഞാനിക്ക് വിരലിലൊക്കെ ഇട്ട് അടിച്ച് നോക്കി. അത് ട്രൈ മീ പറഞ്ഞിട്ട് വെച്ചതിലൊക്കെ ഞങ്ങളെടുത്ത് അടിച്ച് നോക്കി. ഞാനും അടിച്ചു, കുഞ്ഞാനിക്ക് അടിച്ചു കൊടുത്തു. അവസാനം അത് ഉണങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി കഷ്ടപ്പെട്ടു അത് ഉരച്ച് കഴുകാൻ. അപ്പോൾ നമുക്ക് അതിനെ അടിക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു ആഗ്രഹത്തിന് വീട്ടിലൊന്നും നെയിൽ പോളിഷ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് കളറായിട്ട് ഓരോന്ന് അടിച്ച് നോക്കി. എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഞങ്ങൾ അത് ഉരച്ച് കഴുകലായിരുന്നു ഫ്രണ്ട്സ് കയ്യിൽ. അങ്ങനെ കഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളൊരു ലിഫ്റ്റ് കൊടുത്തു. പിന്നെ ഒരു ചെരുപ്പ് കൊടുത്തു. അപ്പം ഞങ്ങളിങ്ങനെ അടിച്ച് നോക്കുകയായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. കുഞ്ഞാൻ ഇതടിച്ചാൽ പറഞ്ഞു. ചിലതൊക്കെ ഇങ്ങനെ താഴെ പൊറ്റി പോയി. ചിലതിലൊന്നും ഉണ്ടായിരുന്നില്ല അടിച്ചടിച്ചിട്ട്. അപ്പോൾ ഞാൻ എല്ലാത്തിലും അടിച്ചു. ചിലത് അവസാനം അടിച്ചു നോക്കുമ്പോഴാണ് ഒക്കെ മാഞ്ഞു പോയിരിക്കണു. പിന്നെ ഒരു പിങ്ക് വന്നു. എൻ്റെ കയ്യിൽ ഫുള്ള് ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്ത കളേഴ്സായിരുന്നു. കുഞ്ഞാൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു, ഉമ്മാൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. ഞാൻ എന്താ ചെയ്യുന്നത് അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ബ്ലൂ, ഒരു പർപ്പിൾ, ഒരു പിങ്ക്, റെഡ്, ഓറഞ്ചൊക്കെ അടിച്ചത്. അപ്പോൾ ഞാൻ കിട്ടിയതാണ് അടിച്ചത്. അല്ലാണ്ട് കളറൊന്നും നോക്കിയില്ല. അപ്പോൾ കുഞ്ഞാനിക്ക് അതുപോലെ അടിച്ചു കൊടുത്തു. അവസാനം കഷ്ടപ്പെട്ടു ഫ്രണ്ട്സ്. അവൻ അങ്ങനെ ചോറുണ്ണും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീയല്ലല്ലോ ചോറുണ്ണുന്നത്, ഉമ്മയല്ല വാരിത്തരുന്നേ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ചോറിൻ്റെ കയ്യിലല്ല ഫ്രണ്ട്സ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ബില്ലിടാൻ പോവുകയാണ്. 2 സാധനങ്ങളെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 2 മതി നമ്മൾക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബില്ലിടാൻ പോയി. ബില്ല് വന്നിട്ട് നമുക്ക് കയ്യിലല്ല തന്നത്, ഫോണിൽ കൂടിയാണ് ബില്ലും മെസ്സേജ് വന്നത്. ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബില്ല് ഇട്ടിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ. ബൈ.